ഹലോ ഫ്രണ്ട്സ്, ഇത്തവണ നമ്മൾ വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് ഗോവോയുടെ ഒരു സൗണ്ട് ബാറാണ്. ഗോസ് അറൗണ്ട് 980 എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു 5.1 ചാനൽ ഡോൾബി ഓഡിയോ സൗണ്ട് ബാറാണ്. 525 വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഷസാം ബ്രോയുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അവർ പറയുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത് ഡോൾബി ഓഡിയോ ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കണക്ടിവിറ്റി ഉണ്ട്, ലൈക്ക് ഓക്സ്, HDMI, USB, ഒപ്റ്റിക്കൽ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കണക്ടിവിറ്റി മോഡ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം നമ്മളിത് പയ്യെ അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഓരോരോ സാധനങ്ങൾ എടുത്ത് നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ സൗണ്ട് ബാറാണ്. ബോക്സ് അത്യാവശ്യം നീറ്റായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ബാർ ഞാനിപ്പോൾ എടുത്ത് നോക്കി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഒരു വെയിറ്റൊക്കെ ഒരു നോർമൽ വെയിറ്റാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുള്ള സെക്കൻഡ് ഒരു ബോക്സ് എടുത്തു. അതിനെനിക്ക് വെയിറ്റ് ഒന്നും തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ല എന്നുള്ള അസംഷന് ഞാൻ അത് മാറ്റി വെച്ചു. ഇനിയിപ്പം ഒരു തേർഡ് ബോക്സ് എടുത്തു. ഇതിൽ ആക്സസറീസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം എന്തൊക്കെ ആക്സസറീസ് ആണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് എടുത്ത് നോക്കാം. പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് തന്നെ കുറച്ച് കേബിൾസും വയസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയത് സാറ്റലൈറ്റ് സ്പീക്കേഴ്സാണ്. ഫസ്റ്റ് സാറ്റലൈറ്റ് സ്പീക്കർ എടുത്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് സാറ്റലൈറ്റ് സ്പീക്കറും അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ബോക്സും കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 ബോക്സിൻ്റെ അകത്ത് ഒന്നുമില്ല. സോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുവാണ്. ഓക്കെ, അത് ആ പാക്കിങ്ങിൻ്റെ ഇത് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യമായിരിക്കാം ആ 2 ബോക്സ് കാലി ബോക്സ് അവിടെ വെച്ചിരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം വൂഫറാണ്. അപ്പം എനിക്ക് ബാസ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പാട്ടുകൾ കേൾക്കുമ്പം. സോ നല്ലൊരു വൂഫർ ഉള്ളൊരു സ്പീക്കർ സിസ്റ്റം വേണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പം ഷസാം ബ്രോയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഇത് എടുത്ത് നോക്കാം എന്നുള്ളൊരു പ്ലാനിലായി. നമുക്ക് ഓരോ സാധനങ്ങൾ ചെറുതായിട്ട് അഴിച്ച് നമ്മുടെ ജെയ്ക്കുവിനെ പരിചയപ്പെടുത്തുവാണ്. അപ്പം ജെയ്ക്കുവിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഫസ്റ്റ് സാറ്റലൈറ്റ് സ്പീക്കർ എടുത്ത് ജെയ്ക്കു ഇങ്ങനെ ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെ കവർ ഇപ്പോൾ അഴിച്ചു. അതും ജെയ്ക്കുവിൻ്റെ ഒരു ഇൻസ്പെക്ഷനൊക്കെ നോക്കി. ജെയ്ക്കുവിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊള്ളാം, സൂപ്പറാന്നാണ് ജെയ്ക്കു പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് സൗണ്ട് ബാർ എടുത്ത് ജെയ്ക്കുവിനെ കാണിച്ചു. ജെയ്ക്കു അത് സൗണ്ട് ബാർ എന്ന് പറയുകയും ചെയ്തു. അതാണ്. പിന്നെ നമുക്കിനി ആക്സസറീസിൻ്റെ ആ കേബിൾസിൻ്റെ ഒരു കിറ്റ് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ഒരു പവർ കോഡാണ്. അപ്പോൾ പവർ കോഡ് ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ റിമോട്ടാണ് വന്നേക്കുന്നത്. റിമോട്ട് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ബാറ്ററി ഇൻക്ലൂഡഡ് അല്ല ബോക്സിൽ. ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അപ്പം റിമോട്ട് ജെയ്ക്കുവിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ജെയ്ക്കുവിന് കൊടുത്തു. പിന്നെ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓക്സ് കേബിളാണ്. അപ്പം ഓക്സ് കേബിളും മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളൊരു മാനുവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാനുവൽ ജസ്റ്റ് തുറന്ന് നോക്കി അതിൻ്റെ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കണക്ടിവിറ്റി എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്കൊരു കാർഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കാർഡിലൊരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വാറൻറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അയച്ചു. ഇനിയിപ്പം സൗണ്ട് ബാർ ഈ ഒരു വലിപ്പമാണ് വരുന്നത്. ഗോവോയുടെയാണ് ബ്രാൻഡ്. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നമ്മുടെ വൂഫർ എടുത്ത് നോക്കാം. വൂഫറും അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോഴൊക്കെ ഡിസൈൻ വൈസ് എല്ലാം ഓക്കെയാണ്. എനിക്ക് അത്യാവശ്യം ഒരു നീറ്റായിട്ടാണ് തോന്നിയത്. പിന്നെ 2 സാറ്റലൈറ്റ് സ്പീക്കേഴ്സ്. ഇതിനി പ്രോപ്പറായിട്ട് എങ്ങനെ അലൈൻ ചെയ്യണമെന്ന് നോക്കണം, ഡോൾബി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് നമുക്കൊന്ന് അലൈൻ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയത് ഈ ഒരു വ്യൂ ആണ്. ഇനി നിങ്ങൾ തന്നെ ഇതിൻ്റെ ഔട്ടൊന്ന് കേട്ട് നോക്കൂ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമ്മൾ തിരിച്ചു വരും. ബൈ.